ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാന കൃഷി വകുപ്പിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പഴവർഗ്ഗ പോഷകത്തോട്ട പദ്ധതി പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ്ഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കാനുള്ള ക്യാമ്പയിൻ 2026 ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്നു. 14 ജില്ലകളിലുമായി 4500 പഴവർഗ്ഗ പോഷകത്തോട്ട യൂണിറ്റുകൾ സ്ഥാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. കുറഞ്ഞത് 10 സെന്റ് കൃഷിഭൂമിയെങ്കിലും ലഭ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലയിലെ ഹോർട്ടിക്കൾച്ചർ മിഷനുമായോ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കോട്ടയത്തെ കേന്ദ്ര ഓഫീസിലേക്ക് ഹിന്ദി വിഭാഗത്തിൽ ട്രാൻസ്ലേഷൻ ട്രെയിനിയെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ടെസ്റ്റ് ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകൻ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദവും ഹിന്ദി ട്രാൻസ്ലേഷനിൽ PG ഡിപ്ലോമയും ഉള്ളവരായിരിക്കണം. അപേക്ഷകർക്ക് 2026 ജാനുവരി 1 30 വയസ്സ് കവിയരുത്. താൽപ്പര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോട്ടയത്തെ കേന്ദ്ര ഓഫീസിലെ ഹിന്ദി വിഭാഗത്തിൽ 2026 ഫെബ്രുവരി 12 രാവിലെ 10:30 ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് വെബ്സൈറ്റ് www.rubberboard.gov.in സന്ദർശിക്കുകയോ 9745759444 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക നിർദ്ദേശം: പയറിലെ ഇലപ്പേൻ്റെ ആക്രമണം നിയന്ത്രിക്കാൻ പാകമായ പയർ വിളവെടുത്തതിന് ശേഷം 3 ഗ്രാം ഫ്ലോണിക്കാമിഡ് 50 WG 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. പയറിൻ്റെ മുഞ്ഞയുടെ ആക്രമണം കണ്ടാൽ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക. അല്ലെങ്കിൽ വെർട്ടിസീലിയം ലക്കാനി എന്ന മിത്രഗോമിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രൂക്ഷമാണെങ്കിൽ 2 ഗ്രാം തയാ മെത്തോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.